Hi, welcome to my channel Mathematics Made Easy by Mary MJ. Here I am discussing SCRT class 9 chapter 5 circles. In the last video we discussed about the perpendicular drawn from the center to the chord bisects the chord and also few of the problems related to that. Now we are moving on to the remaining activity questions of that exercise. That is page number 69. Page 69, question number 6. Prove that the angle made by two equal chords drawn from a point on the circle is bisected by the diameter through that point. So, question la endha parayunne, prove that the angle made by two equal chords. അപ്പോൾ ഒരു സർക്കിളിൽ രണ്ട് ഈക്വൽ കോർഡ്സ് ആണ് വരയ്ക്കുന്നത്. ഡ്രോൺ ഫ്രം എ പോയിന്റ്, ഒരു പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന ടു ഈക്വൽ കോർഡ്സ് ഈസ് ബൈസെക്റ്റഡ് ബൈ ദ ഡയമീറ്റർ. അപ്പോൾ ഡയമീറ്റർ ആ കോർഡ്സിനെ ദീസ് ആർ ദ ഈക്വൽ കോർഡ്സ്. ഇതൊരു കോർഡ്, ഇതൊരു കോർഡ്. ദിസ് ഇസ് എ, B and this point is C. We have to show that this diameter bisects angle BAC. BAC നെ ബൈസെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണിക്കേണ്ടത്. ബൈസെക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്നാണ് കാണിക്കേണ്ടത്. സോ ഫോർ ദാറ്റ് വാട്ട് യു ഹാവ് ടു ഡു ഇസ്, ദിസ് ഇസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. സെൻറ്ററിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഈ കോർഡിലേക്ക് വരയ്ക്കുക. From here also we have to draw a perpendicular to the chord. So we know that this is 90 degree perpendicular. The perpendicular drawn from the center to the chord bisects the chord. അപ്പോൾ ഒരുപാട് രീതിയിൽ ഇത് പ്രൂവ് ചെയ്യാം. ഇതൊരു വേറൊരു പ്രൂഫ്. സോ സെൻറ്ററിൽ നിന്ന് കോർഡിലേക്ക് വരയ്ക്കുന്ന ഈ പെർപെൻഡിക്കുലർ എ ബി എന്ന് പറഞ്ഞ ലെങ്ത്തിനെ, എ ബി എന്ന് പറഞ്ഞ കോർഡിനെ ബൈസെക്റ്റ് ചെയ്യും. അതായത് ഇറ്റ് ഈസ് ബീങ് ഡിവൈഡഡ് ഇൻ ടു ടു ഈക്വൽ പാർട്സ്. സോ ഇഫ് ദിസ് ഇസ് എം and this is n, already given that AB equal to AC. If AB equal to AC ആണെങ്കിൽ half AB will also be equal to half AC. Half AB means it is AM is equal to AN. So AM is equal to AN എന്ന് കിട്ടി. ഈ രണ്ട് സൈഡ് ഈക്വൽ ആണെന്ന് കിട്ടി. Also we know that AO is equal to AO, common side. ഇതിൻ്റെ ബ്രാക്കറ്റിൽ എന്താ, ഈക്വൽ കോർഡ്സ്. ദെൻ ഒരു ആംഗിൾ 90 ഡിഗ്രി, രണ്ടിലും ഓരോ ആംഗിൾ 90 ആണ്. സോ ആംഗിൾ AMO ഇസ് ഈക്വൽ ടു ആംഗിൾ ANO ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. സോ ഇൻ ട്രയാങ്കിൾ AMO ആൻഡ് ട്രയാങ്കിൾ ANO, AM is equal to AN ആണ്. AM is equal to AN. AO is common and also one angle is equal. So we can say that by RHS rule വെച്ചിട്ട് triangle AMO is congruent to triangle ANO. രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രുവൻ്റ് ആണ്. So these two triangles are congruent. സോ അത് കോൺഗ്രുവൻ്റ് ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾസ്, അതായത് ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്, ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ, അങ്ങനെയുള്ള ബാക്കിയുള്ള എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. OM ഇസ് ഈക്വൽ ടു ON. സോ കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസ് എല്ലാം സെയിം ആയിരിക്കും. Therefore ആംഗിൾ MAO ഇസ് ഈക്വൽ ടു ആംഗിൾ NAO. ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിട്ട് കിട്ടി. So that means the diameter bisects
diameter bisects angle A. അപ്പോൾ അതാണ് അതിൻ്റെ പ്രൂഫ്. Now we'll move on to the next question. Question number 7. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന draw a square and a circle through all 4 vertices. Draw a square and a circle through all 4 vertices. Draw diameters parallel to the sides of the square. Sides of the square parallel ആയിട്ട്, diameters parallel ആയിട്ട് ആണ് sides of the square. And draw a polygon joining the endpoints of these diameters and vertices of the square. Prove that this is a regular octagon. ഇതാണ് ആ ഫിഗർ. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ സൈഡ്സ് ഡയമീറ്ററിന് പാരലലാണ്. അപ്പോൾ ഇതെല്ലാം പാരലൽ ലൈൻസ് ആണ്. സോ വി ക്യാൻ മാർക്ക് ഇറ്റ് ഹിയർ. ഇതിന് നെയിംസ് ഒക്കെ കൊടുക്കാം. അപ്പോൾ കാണിക്കേണ്ടത് ഇത് റെഗുലർ ഒക്ടഗൺ ആണെന്നാണ് കാണിക്കേണ്ടത്. സോ ലെറ്റ് ദിസ് ബി എ ബി സി ഡി ഇ എഫ് ജി എച്ച് ആൻഡ് ഈ പോയിൻ്റ് പി. ദിസ് പോയിൻ്റ് ഇസ് പി. നൗ ഇത് റെഗുലർ ഒക്ടഗൺ ആണെങ്കിൽ എ ബി വിൽ ബി ഈക്വൽ ടു ബി സി ഈക്വൽ ടു സി ഡി ഈക്വൽ ടു ഡി ഇ ഈക്വൽ ടു ഇ എഫ് ഇസ് ഈക്വൽ ടു എഫ് ജി ഇസ് ഈക്വൽ ടു ജി എച്ച് ഇസ് ഈക്വൽ ടു എ എച്ച്. എല്ലാ സൈഡ്സും ഈക്വൽ ആവണം. അപ്പോൾ നമുക്ക് ആകെ ചെയ്യേണ്ടത് 2 ട്രയാങ്കിൾ എടുത്തിട്ട് അത് രണ്ടും ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. സോ കൺസിഡർ ട്രയാങ്കിൾ എ പി ബി ആൻഡ് ട്രയാങ്കിൾ എ പി എച്ച്. ഈ 2 ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യാം. ദിസ് ആർ പെർപെൻഡിക്കുലർ ആണ്. ഇത് രണ്ടും പെർപെൻഡിക്കുലർ. കാരണം ഇത് സ്ക്വയറിൻ്റെ സൈഡാണ്, ഇത് ഡയമീറ്റർ ആണ്. സോ ഫോർ ദറ്റ് ആംഗിൾ വിൽ ബി 90 ഡിഗ്രി. സോ ആംഗിൾ എ പി ബി ഇസ് ഈക്വൽ ടു ആംഗിൾ എ പി എച്ച് ഈക്വൽ ടു 90 ഡിഗ്രി. ആൻഡ് എ പി ഇസ് ഈക്വൽ ടു എ പി കോമൺ സൈഡ്, കോമൺ. പിന്നെയോ ബി പി അല്ലെങ്കിൽ പി ബി ഇസ് ഈക്വൽ ടു പി എച്ച്. ബിക്കോസ് ഡയമീറ്റർ കട്ട്സ് ദ സ്ക്വയറിൻ്റെ ഒരു സൈഡിനെ പകുതിയിലാണ് കട്ട് ചെയ്യുക. സോ പി ബി ഇസ് ഈക്വൽ ടു പി എച്ച്. The diameter bisects one side of the square. Diameter bisects one side of the square. Therefore, these 2 triangles are congruent triangles. Therefore, triangle APB is congruent to triangle APH. അത് രണ്ടും കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾസ് ആണ്. അത് രണ്ടും കോൺഗ്രുവൻ്റ് ആണെങ്കിൽ എന്ത് പറയാം? ആ സൈഡ്സ് ഈക്വൽ ആണ്. ദെർഫോർ എ ബി ഇസ് ഈക്വൽ ടു എ എച്ച്. സിമിലർലി ബാക്കി എല്ലാ സൈഡ്സും ഇതേപോലെ തന്നെ എല്ലാം കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾസ് ആയിട്ട് വരും. സിമിലർലി എ ബി ഇസ് ഈക്വൽ ടു ബി സി ഈക്വൽ ടു സി ഡി ഇസ് ഈക്വൽ ടു റിമൈനിങ് ഓൾ ദ സൈഡ്സ്. അപ്പോൾ എല്ലാം ഈക്വൽ ആണെങ്കിൽ എന്ത് പറയാം? ഇറ്റ് ഇസ് എ regular octagon. Therefore, it is a regular octagon. Now, next topic is equal chords. Equal chords. സോ ഇതിനകത്ത് പഠിക്കേണ്ട കാര്യം, ഈക്വൽ കോഡ്സിൽ പഠിക്കേണ്ട ഒരു തിയറം ഉണ്ട്. കോഡ്സ് അറ്റ് ദ സെയിം ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ആർ ഓഫ് സെയിം ലെങ്ത്. ഒരു സർക്കിൾ വരയ്ക്കുക. ഇപ്പോൾ 2 കോഡ്സ് ഞാൻ ഇവിടെ വരച്ചു. ആൻഡ് ഗിവൺ ദാറ്റ് ദീസ് ഡിസ്റ്റൻസസ് ആർ സെയിം, ദറ്റ് ഈസ് ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ടു ദ കോഡ്, ഈ ഡിസ്റ്റൻസ് സെയിം ആണ്. അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസും സെയിം ആണ്. സോ ദീസ് ഡിസ്റ്റൻസസ് ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ദേ ആർ സെയിം. അങ്ങനെയാണെങ്കിൽ ഈ കോഡ്സ് ആർ ഓഫ് സെയിം ലെങ്ത്, അതാണ് കാണിക്കേണ്ടത്. സോ ലെറ്റ് ദിസ് ബി എ ബി, ദിസ് ബി സി ഡി. നൗ ജോയിൻ ദിസ് ടു ദ സെൻറ്റർ. ലെറ്റ് ദ സെൻറ്റർ ബി ഒ. സെയിം വേ ദിസ് ഓൾസോ ജോയിൻ. സോ 2 ട്രയാങ്കിൾസ് അവിടെ കിട്ടുന്നുണ്ട്. So in triangle we have to consider name here, let it be M and this be N. So consider triangle AMO
and triangle CNO. സോ അതിൽ നമുക്ക് തന്നിരിക്കുന്നത് ആ ഡിസ്റ്റൻസസ് സെയിം ആണെന്നാണ്. ദറ്റ് ഈസ് OM is equal to ON given that the distances are same. Then also OA is equal to OC because radius. OM ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഈ രണ്ട് ലെങ്ത് സെയിം ആണ്. ആൻഡ് ഓൾസോ ദിസ് ലെങ്ത്, ദീസ് ബോത്ത് ആർ ദ റേഡിയസ്. And also this is the perpendicular drawn. So angle AMO is equal to angle CNO is equal to 90 degree perpendicular. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസിൽ ഹൈപ്പോട്ടന്യൂസ് രണ്ടിൻ്റെ സെയിം ആണ്, ഒരു സൈഡ് സെയിം ആണ്, ഒരു ആംഗിൾ 90 ആണ്. സോ യു ക്യാൻ സേ ദാറ്റ് ബൈ RHS ട്രയാങ്കിൾ AMO ഈസ് കോൺഗ്രുവൻറ്റ് ടു ട്രയാങ്കിൾ CNO. രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അതിൻ്റെ ബാക്കിയുള്ള സൈഡ്സും സെയിം ആണ്. അതിന് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബൈ CPCT എന്ന് പറയുന്നത് എന്താ, കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾസ്. കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾസിൻ്റെ ബാക്കിയുള്ള പാർട്സ് ഒക്കെ സെയിം ആയിരിക്കും. ബൈ CPCT AM is equal to CN. അപ്പോൾ AM is equal to CN ആണെങ്കിൽ അതിൻ്റെ ഡബിളും സെയിം ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ പകുതിയാണ് അല്ലേ. അപ്പോൾ AM എന്ന് പറയുന്നത് ABയുടെ പകുതിയാണ്, CN എന്ന് പറയുന്നത് CD-യുടെ പകുതിയാണ്. അപ്പോൾ AM is equal to CN ആണെങ്കിൽ 2 times of AM is equal to 2 times of CN. 2 times of AM എന്ന് പറയുന്നത് it is AB is equal to CD. Therefore AB is equal to CD, therefore chords are of same length. അപ്പോൾ ഈക്വൽ ഡിസ്റ്റൻസിലുള്ള കോഡ്സ് രണ്ടും ഈക്വൽ ലെങ്ത് ആയിരിക്കും. കോഡ്സിൻ്റെ ലെങ്ത്തും ഈക്വൽ ആയിരിക്കും. സോ അതേപോലെ തന്നെ തിരിച്ചും ഒരു പ്രൂഫുണ്ട്. തിരിച്ചുള്ള പ്രൂഫ് എന്ന് പറയുന്നത് പ്രൂവ് ദാറ്റ് കോഡ്സ് ഓഫ് സെയിം ലെങ്ത് in a circle are at the same distance from the center. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് ദ കോഡ്സ് ഓഫ് സെയിം ലെങ്ത്. ഇനി കോഡ്സ് സെയിം ലെങ്ത് ആണെങ്കിൽ അത് സെൻറ്ററിൽ നിന്ന് സെയിം ഡിസ്റ്റൻസിലായിരിക്കും എന്നാണ് കാണിക്കേണ്ടത്. ഇപ്പോൾ രണ്ട് കോഡ്സ് വരയ്ക്കാം. ലെറ്റ് ദ കോഡ്സ് ആർ ഓഫ് സെയിം ലെങ്ത്. ഗിവൺ കോഡ്സ് ഇവിടെ തന്നിരിക്കുന്ന രണ്ട് കോഡ്സ് സെയിം ലെങ്ത് ആണെന്ന് അസ്യൂം ചെയ്യാം. ദാറ്റ് ഈസ് ലെറ്റ് AB ഈസ് ഈക്വൽ ടു CD. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ദ സെൻറ്റർ ഈ ഡിസ്റ്റൻസസ് ആർ ഓഫ് സെയിം ഡിസ്റ്റൻസ് എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്യാം. ഹിയർ ഓൾസോ യു ഹാവ് ടു ജോയിൻ. സോ രണ്ട് ട്രയാങ്കിളാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. വൺ ഇസ് AMO and the other one is CNO. So consider triangle AMO and triangle CNO. ഇപ്പോൾ ഇവിടെ AM is equal to CD ആയതുകൊണ്ട് AM will be equal to CN. അതായത് half of AB equal to half of CD. That is AM is equal to CN. അത് ഈക്വൽ കോഡ്സ് ആയതുകൊണ്ടാണ്. അതിൻ്റെ പകുതിയും ഈക്വൽ ആണ്. ഈക്വൽ കോഡ്സിൻ്റെ പകുതിയും ഈക്വൽ ആയതുകൊണ്ട് AM is equal to CN. Then this is the perpendicular drawn. So angle AMO is equal to angle CNO is equal to 90 degree. Also AO is equal to CO, that is the radius. അപ്പോൾ ഈ സൈഡ് ഈക്വലായി ടു ഇതിന് ഈക്വലായിട്ട് ഇതും ഒരു ആംഗിൾ 90 ആണ്. therefore by RHS ഇപ്പോൾ ഇവിടെ ആംഗിൾ AMO is equal to angle CNO is equal to 90 degree. Therefore triangle AMO is congruent to triangle CNO. ഇപ്പോൾ രണ്ടും കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ ബൈ CPCT we can say that CPCT എന്ന് പറയുന്നത് corresponding parts of congruent triangles. So by CPCT
OM is equal to ON. Therefore, these two lengths are also same. ഇപ്പോൾ ഈ രണ്ട് ലെങ്ത്തും സെയിം ആണ്. അപ്പോൾ അതായിരുന്നു അവിടുത്തെ പ്രൂഫ്. നമ്മളോട് ആ പെർപെൻഡിക്കുലർ ലെങ്ത്ത് സെയിം ആണെന്നാണ് കാണിക്കേണ്ടത്. സോ OM is equal to ON. അപ്പോൾ ഇനിയുള്ള ആ ആക്ടിവിറ്റീസിലുള്ള ക്വസ്റ്റ്യൻസ്, ആ രണ്ട് ക്വസ്റ്റ്യൻ ആണെങ്കിലും രണ്ടും ഇതേപോലെ തന്നെ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. സിമിലർ ടൈപ്പ് ഓഫ് പ്രൂഫാണ്, അതുകൊണ്ടാണ് ചെയ്യാത്തത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. Those who haven't subscribed, please like, share and subscribe, and also click on the bell icon for more updates and notifications. Bye.